ഈ ഒരു ബിസിനസ് അവസരം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഇതിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെല്ലാവരും പല ആളുകളിൽ നിന്നും ബിസിനസ് മനസ്സിലാക്കിയ ആളുകളാണ്. ഞാനും അതുപോലെ ഈ ബിസിനസ് മനസ്സിലാക്കി എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തി, 10-20ഓളം വർഷം ഞങ്ങൾ പഴക്കമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വരുമായിരുന്നു ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്റെ മനസ്സിലെ കണക്കൂട്ടൽ എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ബിസിനസ്സാണ് ഏറ്റവും വലിയ ബിസിനസ്. എനിക്ക് 10-20 റഷീദ് സാർ പരിചയപ്പെടുത്തി 25 വർഷത്തോളം സിനിമാ ഫീൽഡിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഒരുവിധം ഇതിലുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ നിങ്ങൾ TV കാണുന്ന സമയത്ത് അഥവാ സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ അതിൽ കാണാം വിതരണം വൈശാലി റിലീസ് എന്ന് പറഞ്ഞിട്ട്. ഈ വിതരണം വൈശാലി റിലീസ് എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയായിരുന്നു. ഓൾ കേരള ഞാൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്ത കമ്പനിയാണ്. ഏകദേശം 28 വർഷത്തോളം ഞാൻ ആ ഫീൽഡിൽ ഉണ്ടായിരുന്നു. 25 വർഷത്തോളം ഉണ്ടായിരുന്നു. കാരണം 3 വർഷം അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വെറുതെ കൊണ്ടുവരണം. അങ്ങനെ ആ സമയത്ത് തെറ്റില്ലാത്തൊരു ബിസിനസ് നടക്കുന്ന സമയത്ത് അതായിരുന്നു വലിയ ബിസിനസ് എന്നൊക്കെയായിരുന്നു എന്റെ കണക്കൂട്ടുണ്ടായത്. നമ്മൾ ഒരുപാട് പൈസകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ഒരുപാട് സമയം കളയാതെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സുകളിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ ബിസിനസ് ഇതിലേക്ക് വരാൻ ലേറ്റ് ആയത്. റഫീഖ് സാർ എന്നും മിക്കവാറും ദിവസങ്ങളിൽ മാസത്തിൽ 1 തവണ 2 തവണയൊക്കെ എന്നെ വിളിക്കായിരുന്നു. വർഷങ്ങളായിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും. പക്ഷെ എന്തിനാണ് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത്, നമ്മൾ ബന്ധത്തിന്റെ മുകളിലല്ലേ എന്നുള്ള കണക്കൂടി ഞാൻ നിന്നായിരുന്നു. പക്ഷെ ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റഫീഖ് സാറ് എന്നെ കാണാൻ വന്ന സമയത്ത് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ പുള്ളിയോട് ഒരു കാര്യം പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ബിസിനസ് അല്ല ബിസിനസ്, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരുപാട് മാറി നിന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് കാണിച്ചു തന്ന റഫീഖ് സാറിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം എൻ്റെ ലൈഫിൽ ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും 2-2.5-3 വർഷത്തോളം, ഏകദേശം 3 വർഷത്തിന്റെ അടുത്തായി ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2.5 വർഷമായി. ഈ 2.5 വർഷത്തിനകത്ത് എന്റെ ബിസിനസ്സിൽ ഒരുപാട്, എന്റെ ലൈഫിലും എന്റെ ഫാമിലി ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു അവസരമാണ്. ഈ അവസരം നമ്മളെ കയ്യിൽ തരുന്ന ആളുകളെ 100% നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിലിരിക്കുന്ന, ഇപ്പൊ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ 210ഓളം ആളുകൾ ഇതിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരുപാട് പരിചയങ്ങളൊന്നും ഉണ്ടായാലും മീറ്റിംഗിൽ എപ്പോഴും കാണലേ ഉണ്ടാവുള്ളൂ. ഈ ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാണ്, ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം എനിക്ക് പറഞ്ഞു തന്ന ആളെ വിശ്വസിച്ചു. അതായത് പുള്ളിനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കൊറോണ കഴിഞ്ഞു, ഏകദേശം കൊറോണ നമുക്ക് നിന്ന സമയത്ത് ഞാനിതിൽ ഒപ്പിട്ടു. ആ സമയത്ത് ഞാനിതിന് മുമ്പ് റഫീഖ് സാറും ഞാനും ഇതിന് മുമ്പ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ് ആയിരുന്നു. അതിലെന്റെ 4-5 വർഷം വെറുതെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഈ ബിസിനസ്സിൽ വരാതിരുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ ബാക്കോട്ട് വലിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭാര്യ. ഈ ബിസിനസ് ഒരു ജീവിതത്തിൽ ഈ ബിസിനസ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതിന് മുമ്പ് 5 വർഷം മുമ്പ് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഒരിക്കലും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കോട്ട് വലിച്ച ഒരാളായിരുന്നു എന്റെ ഭാര്യ. അപ്പൊ ആ സമയത്ത് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതായിരുന്നു എന്റെ മകൻ. എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പച്ചി അന്ന് നമ്മൾ ചെയ്ത ബിസിനസ് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല, ഇപ്പച്ചി ഏതായാലും ചെയ്യുന്ന ബിസിനസ്സിൽ ഇപ്പച്ചിക്ക് അതിന്റെ മുകളിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പച്ചിക്ക് പല ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും, അതുകൊണ്ട് ഉമ്മനെ സമ്മതിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനത് ബിസിനസ്സിൽ ഒപ്പിട്ടിട്ട് ഞാൻ അതേപോലെ അവിടെ കാത്തുനിന്നു. 2 മാസത്തോളം എന്റെ വൈഫ് വീട്ടിൽ വരുമ്പോൾ ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, റഫീഖ് വിളിച്ചിരുന്നോ, റഫീഖ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ, നിങ്ങൾ ഇനി അതിന് പോകുന്നുണ്ടോ എന്നതാണ്. പക്ഷെ അങ്ങനെ നീണ്ടുപോയി. പിന്നെ നമ്മളെ വൈഫുമാർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റി അറിയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അവൾക്ക് മനസ്സിലായി ഞാൻ ഈ ബിസിനസ്സിൽ താല്പര്യം കാണിക്കുന്നുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ആ സമയത്തില്ല, താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് ഇവള് എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ, ഞാൻ കാലിക്കറ്റിൽ അന്ന് ഞാൻ യൂസർ കാർ നടത്തിയിട്ട് 25 വർഷത്തോളം നടത്തിയ സിനിമാ ബിസിനസ് നിർത്തിയിട്ട് 10 വർഷത്തോളം ഞാൻ കാലിക്കറ്റ് മാങ്കാവിൽ, നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്ക് അറിയുന്ന സ്ഥലമാണ് മാങ്കാവില്, ഞാൻ സെയിൻ കാർസ് എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഫിറോസും തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ട് 10-12 വർഷത്തോളം നടത്തിയെടുക്കുന്ന സ്ഥാപനം നടത്തുന്ന സമയത്താണ് ഞാൻ അങ്ങനെ കാലിക്കറ്റിൽ പോകാൻ വേണ്ടി, കൊറോണ ഒക്കെ ഏകദേശം പോയി നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്താണ്, അന്നും മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്താണ് എനിക്ക് വൈഫ് വന്നിട്ട് പറയുന്നത്. അപ്പോൾ അവള് വീട്ടിന്റെ ബാക്ക് ഭാഗത്ത് തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിൽ വന്ന് വാതിലിൽ ബാക്കിലെ ജനവാലിൽ വന്ന് മുട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ബിസിനസ് നീ ജയിച്ചോ തോറ്റോ എന്ന് അറിയണ്ട, നിങ്ങൾ ഏതായാലും ആ ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കോളൂ എന്ന് എൻ്റെ വൈഫ് എനിക്ക് സമ്മതം തന്നു.
ആ സമയത്ത് ശരിക്കും ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവിടെ സമ്മതം തരുന്നത് അത് എന്നെ പറ്റിക്ക പല പല ഭാര്യമാരും നമ്മളെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയല്ലോ, അതാണെന്ന് കണക്കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, അവളത്ത് പറഞ്ഞു അത് നീ എന്നെ കളിയാക്കല്ലേ, അതുകൊണ്ട് ഞാനിപ്പോ ഇതെല്ലാം ബിസിനസ് തൽക്കാലം പോകുന്നില്ല, ഞാൻ കോഴിക്കോട്ടേക്ക് ഞാൻ ഷോപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവള് ജനവാലിനുള്ളിൽ കൂടെ ആ കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ നിങ്ങള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു 2 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ STCI കാണിക്കും നിങ്ങൾ പറഞ്ഞല്ലോ, അത് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്തോളി എന്ന് പറഞ്ഞ് ഈ കൈ ഞാൻ നീട്ടി കാണിച്ചു. ആ സമയത്ത് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞാൻ നേരെ അവളെ കൈയുടെ മേലെ കൊണ്ട് എന്റെ കൈ വെച്ചു. ശരിക്ക് അന്ന് ബിസിനസ് എന്താന്ന് എനിക്കറിയില്ല, ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് അറിയില്ല, അപ്പലൻസ് എങ്ങനെയെന്ന് അറിയില്ല, നമ്മളെ സിസ്റ്റം എന്താണെന്ന് അറിയില്ല, പല ഓർഗനൈസേഷനും പല സിസ്റ്റം ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു കുടക്കീഴിലാണ്. കാരണം മുബിൻ സാറിന്റെ കുടക്കീഴിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ആവാനുള്ള എല്ലാ കാര്യങ്ങളാണ് മുബിൻ സാർ നമ്മളെല്ലാ ലീഡേഴ്സിനും പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയാത്ത സമയത്ത് തന്നെ ഞാൻ അവളെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും 2 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ STCI കാണിക്കുന്ന അവൾക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ അന്ന് ഇറങ്ങാന്നുള്ള തീരുമാനം എടുത്തു. ഞാൻ കോഴിക്കോട്ടേക്ക് പോകേണ്ട ഞാൻ അപ്പൊ തന്നെ 2 മാസം ജോയിൻ ചെയ്ത ആ ഫോം അവിടെ മാറ്റി വെച്ചിട്ട് ID അടിച്ചിട്ട് പോലില്ല, മാറ്റി വെച്ചിട്ട് ഞാൻ റഫീഖ് സാറിന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വൈഫിന്റെ സമ്മതം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ ബിസിനസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ആ സമയത്ത് റഫീഖ് സാർ പ്രൊഡക്റ്റിന്റെ കുറെ ഡീറ്റെയിൽസുകളും കുറെ മീറ്റിംഗിന്റെ കാര്യങ്ങളും പിന്നെ അത് കൂടാതെ നമ്മുടെ ടീമിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും ടീമിലെ 2 ടീം മാത്രം മതി ഇതിൽ ബിൽഡ് ചെയ്ത് നമുക്ക് ITC വരെ എത്തണമെങ്കിൽ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ എന്റെ മനസ്സിനകത്ത് ഈ ബിസിനസിന്റെ കുറെ സാധ്യതകൾ മനസ്സിലായി. ഞാൻ ആ സമയത്ത് ഈ ബിസിനസിനെ ശരിക്ക് എന്റെ മനസ്സിനകത്ത് കൊടുത്തു. അന്ന് ആ സമയത്ത് റഫീഖ് സാറിനെ വിളിച്ചു പറഞ്ഞു വൈകുന്നേരം 3:30-4 മണിയാകുമ്പോൾ ഞങ്ങള് അന്ന് റഫീഖ് സാർ എന്റെ അപ്പലേനാണ്, അന്ന് റഫീഖ് സാർ STC ആണ്. പക്ഷെ റഫീഖ് സാറിന് കുറച്ച് ബാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇതിന് മുമ്പ് ചെയ്ത ബിസിനസ്സിൽ ബാധ്യതകളുള്ളതുകൊണ്ട് കാറൊന്നും റഫീഖ് സാറിന്റെ കയ്യിലില്ല. പക്ഷെ ഞാനന്നും എന്റെ കയ്യിൽ കാറുണ്ട്, കാരണം ഞാൻ കാറ് കച്ചവടക്കാരനാണ്. ഒരുപാട് കാറുകൾ 100ഓളം കാറുകൾ ഞാൻ ഉപയോഗിച്ച ആളാണ്. കാറൊന്നും എന്റെ ജീവിതത്തിൽ വലിയൊരു ക്രൈസിസ് അല്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തിച്ചാൽ റഫീഖ് സാറിനെ വിളിച്ചു വരുത്തി എന്റെ കാറിൽ ഞങ്ങൾ 2 ആളും കൂടി നേരെ വണ്ടൂരേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. വണ്ടൂരേക്ക് പോകുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയുണ്ട്. ഏകദേശം ഇന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന മൈ ലൈഫിൽ തന്നെ ഒരുപാട് പ്രായം കൂടിയ വ്യക്തിയാണ്. പക്ഷെ ഞാനന്ന് ആ വ്യക്തിന്റെ പ്രായം നോക്കിയില്ല. പല ആളുകൾ നമ്മൾ പ്രായം നോക്കും, പല ആളുകൾ നമ്മൾ ആളുകളെ എന്താ പറയാ എഡ്യൂക്കേഷൻ നോക്കും, പല ആളുകളെയും നമ്മൾ അവരുടെ ജോലി എന്താണ്, അവിടെ കുടുംബം എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുവരിക. പക്ഷെ ഞാനന്ന് അതൊന്നും നോക്കിയില്ല. ഞാൻ കണക്കൂട്ടി എന്താ വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഈ ബിസിനസ് പറയാൻ നമ്മൾ പല ആളുകൾക്കും പോയിരുന്നാൽ ആ ആളുകൾ ആരും തട്ടൂല എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. ഇന്നിപ്പോ ആ വ്യക്തിക്ക് 74 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസം മുമ്പാണ് 74 വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞത്. ഞാൻ ആ വ്യക്തിനെ കാണാൻ പോയി റഫീഖ് സാറിനെ കൂട്ടിയിട്ട്. അന്ന് പോയിട്ട് ഞാൻ ആ വ്യക്തിനെ ഈ ബിസിനസ്സിൽ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാൻ ആ വ്യക്തിനെ അച്ഛാന്ന വിളിക്കല്, ഗംഗാധര സാർ, ഗ്രേറ്റ് ഗംഗാധര സാർ. കാരണം ഇന്ന് പുള്ളിന്റെ താഴെയുള്ള സെറ്റിസിമാരെ കൂടുതൽ എന്റെ താഴെ ബിസിനസ്സിൽ ഏകദേശം 5ഓളം സെറ്റിസിമാരുണ്ട്. ഈ സെറ്റിസിമാരെ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ എന്താ പറയാ പ്രായം കൂടിയ വ്യക്തിയാണ്. എനിക്കന്ന് ഈ STC ആവുന്ന കാര്യങ്ങളോ DTC ആവുന്ന കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ നേരെ വണ്ടൂർ ചെന്ന് പുള്ളിന്റെ അടുത്ത് ബിസിനസ് സംസാരിച്ചു. അപ്പൊ ഞാൻ പുള്ളിനെ അച്ഛാന്ന് വിളിക്കും, പുള്ളിന്റെ വൈഫിനെ അമ്മ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ ഞാൻ വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ റഫീഖ് സാറിനെ പരിചയപ്പെടുത്തി. ഞങ്ങൾ തമ്മിൽ ഇതിന് മുമ്പ് ഒരു ബിസിനസ് ചെയ്ത ആളുകളാണ്. ഇപ്പൊ അന്ന് ആ സമയത്ത് ഗൂഡല്ലൂർ മാർക്കറ്റിൽ എന്റെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ പഴയ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് ഒരു നെറ്റ്വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ ബിസിനസ് പുള്ളിന്റെ അടുത്ത് പോയി ഞാൻ പുള്ളിന്റെ അടുത്ത് പറഞ്ഞു. പുള്ളി ഒറ്റ വാക്കാ പറഞ്ഞത്, നജീബ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന കാര്യം പുള്ളിക്കറിയാം, അതുകൂടാതെ യൂസർ കാറിൽ ഉണ്ടായിരുന്ന കാര്യം പുള്ളിക്കറിയാം. കാരണം യൂസർ കാർ പുള്ളിന്റെ കുടുംബത്തിലേക്ക് കുറെ കാറുകളും പുള്ളിക്ക് 2 കാറുകളും കൊടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ബിസിനസ് ഇട്ടുകൊണ്ട് നജീബ് എന്തുകൊണ്ട് ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്നു എന്നൊരു മനസ്സിലായപ്പോൾ എനിക്ക് പ്ലാൻ ഒന്നും കേൾക്കണ്ട, പ്രോഡക്റ്റിനെ പറ്റി ഒന്നും അറിയണ്ട, ഞാൻ ഒപ്പിടാന്ന് പറഞ്ഞ് പുള്ളി ഫസ്റ്റ് എന്റെ കൂടെ ഒപ്പിട്ടു. എന്റെ ബിസിനസിന്റെ ടേണിംഗ് പോയിന്റ് തന്നെ ശരിക്ക് അതാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അന്ന് രാത്രി ഒപ്പിട്ടിട്ട് ഞങ്ങൾ നേരെ പുള്ളിന്റെ ഒരു മരുമകൻ ഉണ്ട് എന്റെ കൂടെ പഴയ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. മരുമകനെ കാണാൻ വേണ്ടി ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോയി. മണ്ണാർക്കാട് പോയി ഞങ്ങൾ മരുമകനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. മരുമകനും പറഞ്ഞു ഞാൻ ബിസിനസ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നജീബ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ട് എന്ന് പറഞ്ഞു മരുമകൻ ഒപ്പിട്ട്. ഇന്ന് മരുമകൻ DTC ആണ്. നമ്മളെ 74 വയസ്സുള്ള ഈ ഗംഗാധര സാർ നിങ്ങൾ മീറ്റിങ്ങിലൊക്കെ കാണുന്നുണ്ടാവും, സ്റ്റേജിന്റെ മുകളിൽ കയറുന്ന വ്യക്തി ഇന്ന് STC ആണ്. STC ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ STC ആയി കയറാൻ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മളെ അപ്ലയൻസിന്റെ ഒരു കഴിവും നമ്മളെ ബിസിനസിന്റെ ഒരു പ്യൂരിറ്റി, ഞാൻ മനസ്സിലാക്കുന്ന ബിസിനസിന്റെ പ്യൂരിറ്റി, നമ്മളെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട്, ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കി. അന്നു മുതൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു.
ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ ടീം ബിൽഡ് ചെയ്തതിലൂടെ ഞാൻ എന്റെ യൂസർ കാറിന്റെ ബിസിനസ് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വർഷം, ഏകദേശം ഒരു വർഷം ആയപ്പോഴേക്കും യൂസർ കാറിന്റെ ബിസിനസ് ഞാൻ എന്റെ പാർട്ട്ണർക്ക് അത് ഒഴിഞ്ഞു കൊടുത്തു. എന്താ വെച്ചാല് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, നമുക്ക് ശരിക്കും നമ്മൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരൊറ്റ ബിസിനസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഗ്രോത്ത് കൂടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ജീവിതത്തിൽ വിജയിച്ച പല ആളുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അസീം പ്രേംജി, നമുക്കറിയാം നമ്മളെ യൂസഫ് അലി സാറ്, അതുകൂടാതെ നമുക്കറിയാം നമ്മളെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അവരൊക്കെ വിജയിച്ചിട്ടുള്ളത് ഒരൊറ്റ ബിസിനസ്സിലൂടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കി യൂസർ കാറിന്റെ ബിസിനസ് എന്നെ താഴോട്ട് കൊണ്ടുപോകുള്ളൂ. അത് ഞാൻ എന്റെ പാർട്ണർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അതിലുള്ള പാർട്ണർഷിപ്പും കാര്യങ്ങളും കണക്ക് കൂട്ടി വെച്ചു. അതിന്റെ ക്യാഷ് അയാൾ 6 മാസം കൊണ്ട് തരാന്ന് പറഞ്ഞു. അത് 6 മാസം കൊണ്ട് കിട്ടിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ വേറെ സംഭവം അതിൽ സംഭവിച്ചു. ഞാൻ വയനാട്ടിൽ അയാൾ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ട് ഞാൻ പാർട്ണർഷിപ്പ് കഴിഞ്ഞു. അന്ന് ഞാൻ ഈ ബിസിനസ് അന്ന് മുതൽ വളരെ സീരിയസ് ഏറ്റെടുത്തു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ മണ്ണാർക്കാടായിരുന്നു. മണ്ണാർക്കാട് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ റഫി സാറ് അന്ന് ശരിക്ക് 5 മാസം, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം 5 മാസത്തോളം എന്റെ കൂടെ ശരിക്കും ഒരു മകനെ എങ്ങനെ അച്ഛൻ കൊണ്ടു നടക്കുന്നു അതേപോലെ റഫി സാറ് 5 മാസം എന്റെ കൂടെ നിന്നു. ആ ബിസിനസ് ഞങ്ങൾ മണ്ണാർക്കാട് ബിൽഡ് ചെയ്തു. 1 മാസം 7 ദിവസം കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഫസ്റ്റ് എന്റെ മനസ്സിനകത്തുള്ളായിരുന്നു. നമ്മളെന്റെ ഗ്രേറ്റ് അപ്ലൈൻ ഉണ്ട്, എല്ലാവർക്കും അറിയാം, ലേഡീസിനൊക്കെ അറിയാം, ശംസുദ്ദീൻ സാർ, മഞ്ചേരി ശംസുദ്ദീൻ യൂനിസ് എന്ന് പറയും. എന്റെ ഡയറക്റ്റ് അപ്ലൈൻ അല്ല, എന്റെ ഒരു അപ്ലൈൻ ആണ്. ഈ റഫീഖ് സാറിന്റെ നേരെ ഡയറക്റ്റ് അപ്ലൈൻ ആണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഈ ബിസിനസിനെ പറ്റി. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഒരു മീറ്റിംഗ് നടത്തി പറഞ്ഞു തന്നു. ആ സമയത്ത് സംസാറിനോട് ഒറ്റ കാര്യം പറഞ്ഞു, റഫീഖ് സാറിനോട് പറഞ്ഞു, നജീബ് ഖാനെ എത്രയും പെട്ടെന്ന് 1 മാസം കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് മിനി സീലിംഗ് നജീബ് ഖാനെ അടുപ്പിക്കണം. ഇതിൽ ഇൻകം കിട്ടുന്നത് നജീബ് ഖാക്ക് മനസ്സിലായാലേ നജീബ് ഖാൻ നമ്മളെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ബ്രെയിനിൽ കയറിയത് മിനി സീലിംഗ് ആണ്. റഫീഖ് സാർ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് 1 മാസം കൊണ്ട് TC ആവണമെന്ന്. പക്ഷെ എന്റെ മനസ്സിൽ കയറിയത് 1 മാസം കൊണ്ട് മിനി സീലിംഗ് അടിക്കണം എന്നാ. അപ്പൊ TC ആയാലും എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ റഫീഖ് സാർ പറഞ്ഞു, TC ആകുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്ന പൈസകൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 30,000 റുപ്യ ഉണ്ടാവും. അപ്പൊ മിനി സീലിംഗ് എന്ന് പറഞ്ഞാൽ 1 ടൈമിൽ കിട്ടുന്ന 21,000 റുപ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഫോക്കസ് ചെയ്തു, സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് 1 മാസം 7 ദിവസം കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ മിനി സീലിംഗ് വാങ്ങിച്ചു. അവിടുന്ന് ആ മാസം എന്റെ ഇൻകം, ആ 1 മാസം എന്റെ ഇൻകം, ഫസ്റ്റ് ജോയിൻ ചെയ്ത മാസം ഞാൻ മിനി സീലിംഗും 2 ഐഡിയിൽ പെർഫോമൻസ് ബോണസും അടക്കം ഞാൻ വാങ്ങിയിട്ടുള്ള ഇൻകം അന്ന് 34,000 രൂപ ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങാൻ. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് ഞാൻ ചെയ്യുന്ന ബിസിനസ് പോലെ അല്ലാന്ന്. ഞാൻ ആ ബിസിനസ്സും കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും മണ്ണാർക്കാട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് രണ്ടാമത് കൊറോണ റീസ്റ്റാർട്ടിങ്ങുമായി വന്നു. ആ സമയത്ത് മണ്ണാർക്കാട് നിന്ന് ബിസിനസ് താഴോട്ട് പോകാൻ തോന്നിയ സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ തീരെ റെസ്റ്റ് എടുക്കാതെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ വരുന്ന ഒരാഴ്ച കൊണ്ട് ഞാൻ ഫസ്റ്റിൽ TC ഞാൻ ക്വാളിഫൈ ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ 45ാമത്തെ ദിവസം ഞാൻ ഈ ബിസിനസ്സിൽ TC ക്വാളിഫൈ ചെയ്തു. അന്നെടുത്തൊരു തീരുമാനം, 6 മാസം കൊണ്ട് DTC എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ 6 മാസം കൊണ്ട് എനിക്ക് DTC ആവണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. കറക്റ്റ് 6 മാസം കൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ DTC ആയി. അപ്പോൾ ഈ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന, ഞാൻ സത്യം പറയുകയാണെങ്കിൽ 25 വർഷത്തോളം ഞാൻ ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി, 2 മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റി എന്റെ പഴയ ബിസിനസ്സിൽ. അതുകൂടാതെ ഞാൻ നല്ലൊരു വീട് വെക്കാൻ പറ്റി. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ കാറ് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ക്രൈസിസ് അല്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ 1-2 ഡ്രീമുകൾ ഞാൻ എഴുതി വെച്ചു. ഞാൻ ഫസ്റ്റ് എഴുതിയ ഡ്രീം ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, എനിക്കൊരു മകളുണ്ട്. മകളന്ന് കല്യാണം കഴിഞ്ഞ് പോയ മകളാണ്. ആ മകളടുത്ത് ഞാൻ പറഞ്ഞു, ഇപ്പച്ചി എന്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അതിന്റെ മുന്നേ ആയിട്ട് ഇപ്പച്ചി DTC ആവണമെങ്കിൽ നിനക്ക് ഇപ്പച്ചി ഒരു ബൈക്ക് വാങ്ങി തരും. കാരണം എനിക്ക് റഫീഖ് സാർ പറഞ്ഞു തന്നു, DTC ആയി കഴിഞ്ഞാൽ ഇതൊരു ലോയൽറ്റി ബോണസ് ഉണ്ട്. ആ ലോയൽറ്റി ബോണസ് മന്ത്ലി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു വണ്ടി വാങ്ങിക്കാൻ തന്നു. പക്ഷെ കാറ് എനിക്ക് അന്ന് ക്രൈസിസ് അല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പച്ചി DTC ആവണമെങ്കിൽ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിനക്ക് ഒരു ബൈക്ക് വാങ്ങി തരുന്നു. കറക്റ്റ് ആയിട്ട് അവളെ ബർത്ത്ഡേന്റെ 3 ദിവസം മുമ്പ് ഞാൻ DTC ക്വാളിഫൈ ചെയ്തു. ഞാൻ മകളുടെ അടുത്തോ വൈഫിന്റെ അടുത്തോ ആരടുത്തും പറയാതെ ഞാൻ എഴുതി വെച്ച ഡ്രീം എടുത്തിട്ട് നേരെ ചെന്ന് നമ്മുടെ ചാലിയത്തുള്ള ഒരു വൺ ഡേസ് TVS എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ ചെന്ന് സംസാരിച്ചിട്ട് ഞാൻ വണ്ടി ബുക്ക് ചെയ്തു. മോളെ ബർത്ത്ഡേ ഇനി 3 ദിവസം ഉള്ളൂ, അപ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞു. കറക്റ്റ് ആ സമയത്ത് പിറ്റേന്ന് മരുമാനും മോളെ കൂട്ടി പോയി കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ബർത്ത്ഡേന്റെ ആ ദിവസം എനിക്ക് ആ ബൈക്ക് വാങ്ങി കൊടുക്കാൻ പറ്റി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിന്റെ മുമ്പ് ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരുപാട് ബിസിനസ്സിൽ എന്റെ മക്കൾക്ക് ഒരു കേക്ക് മുറിക്കാന്നല്ലാതെ വേറൊരു സാധനം വാങ്ങി കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് ഡ്രീമിലേക്ക് വന്നില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് മൈൻഡ് സെറ്റ് ഡ്രീമിലേക്ക് വന്നത്. ആ സമയത്ത് എന്റെ വൈഫ് കൂടുതൽ വിശ്വാസമായി. വൈഫ് പറഞ്ഞ്, നമ്മൾ കണക്കൂട്ടിയ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ 100% ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്റെ വൈഫാണെങ്കിൽ
ശരിക്ക് എന്താ പറയാ, ഒരു ഉസ്താദ് കുടുംബത്തിൽ ജീവിക്കുന്ന പോലെയുള്ള ഒരു ലൈഫാണ്. 24 മണിക്കൂറും ഖുർആൻ ഓത്തും, അതുപോലെ നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളും. നോമ്പ് വന്നാൽ ഒരു കാര്യത്തിനും കിട്ടില്ല, ഒരു ബിസിനസ്സിന് കാര്യങ്ങൾക്കും എനിക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള സമയത്ത് പോകുമ്പോൾ ശരിക്ക് ഈ പ്രാവശ്യത്തെ നോമ്പിനും അതിനു മുമ്പത്തെ പ്രാവശ്യത്തെ നോമ്പിനും ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് എന്റെ വൈഫ്. ഇപ്പൊ ശരിക്കും എന്റെ മക്കള്, എന്റെ മോനിപ്പോ ഗൾഫിൽ നിന്ന് ഇവിടെ ഉണ്ട്. എന്റെ മോൻ ഇപ്പോഴും ബിസിനസ്, മിക്കവാറും ദിവസങ്ങളിൽ ബിസിനസ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെ പറ്റി പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് എന്റെ അടുത്ത്. ഈ നോമ്പ് വന്നതിന് ശേഷം എല്ലാവരുടെ ബിസിനസ്സിനും ചെറിയ ഒരു അപ്പ് ആൻഡ് ഡൗൺ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ നോമ്പിനും അതിന്റെ മുമ്പത്തെ നോമ്പിനും എന്റെ ബിസിനസ്സിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. വളരെ സീരിയസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് പോണ സമയത്ത് ഞാൻ വൈഫിന് വാക്ക് കൊടുത്തിരുന്നു, STC എന്ന് പറഞ്ഞ ലെവല് 2 വർഷം കൊണ്ട് എനിക്ക് പിടിക്കണം എന്നാണ്. ഞാൻ എന്റെ അപ്ലൈന്റെ കൂടെ ഇരുന്നു, അതിനൊരു പ്ലാൻ ഉണ്ടാക്കി. ശരിക്കും പറയുകയാണെങ്കിൽ STC ലെവലിൽ ഞാൻ ക്വാളിഫൈ ചെയ്യുമ്പോൾ, ആ ക്വാളിഫൈഡ് അന്നൊക്കെ നിങ്ങളൊക്കെ ഇതിലൊക്കെ ഉള്ള ആൾക്കാർ, പുതിയ ആളുകളുണ്ടാവും, ഇതിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുന്ന വഴി പ്ലാൻ ചെയ്ത് നമ്മൾ എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യത്തിലും പേടിക്കേണ്ട, അതിന് വഴി ഒരുക്കി തരാൻ നമ്മളെ ഒരാൾ മേലുണ്ട്, പടച്ച റബ്ബ്. ഞാനത് മനസ്സിലാക്കിയ ആളാണ്. ഞാനിത് എഴുതി വെച്ചു. അന്ന് ക്വാളിഫൈ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്ന് റഫീഖ് സാർ എന്റെ ടീമിൽ എല്ലാ കാര്യങ്ങളും, ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇതിന് ശേഷം എന്റെ ടീമിൽ 30ഓളം TCന്റെ ആളുകൾ എന്റെ ടീമിൽ ഇപ്പൊ 2 ടീമിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു. ശരിക്കും പേരെടുത്ത് പറയാൻ പറ്റിയ ആളുകൾ നിങ്ങൾക്ക് ആർക്കും വല്ലാതെ അറിയില്ല, പക്ഷെ സ്റ്റേജിന് മുകളിലൊക്കെ നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞ ഗംഗാര സാറ്, അതുപോലെ വണ്ടൂരുള്ള ഒരു പ്രവീൺ, ഇപ്പൊ DTC ആണ്, ഗോയിങ് ZTC, വരാൻ പോകുന്ന ചില്ലറ ദിവസങ്ങളിൽ ZTC ആവുന്നതാണ്. അതുപോലെ തിരൂർ ടീമിൽ ഒരു 3-4 ലേഡി ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും ZTCമാരാണ്, DTCമാരുണ്ട്. കൂടാതെ അവിടെ ഒരു സന്ദീപ് എന്ന് പറഞ്ഞ ആള് STC ആവാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിനെ ശരിക്ക്, എന്റെ അപ്ലൈനെ പഠിപ്പിച്ചാണ്, ശരിക്കും നമ്മൾ ഈ ബിസിനസ്സിനെ സ്നേഹിച്ചാൽ മാത്രം മതി. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആ ഒരു ടീമിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഉമ്മർ സാറിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഉമ്മർ സാറിന്റെ ചില ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് തന്നെ ഉമ്മർ സാറിന്റെ ഒരു യൂട്യൂബിന്റെ ഒരു ലിങ്ക് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. കാരണം ഉമ്മർ സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്റെ അനുജൻ ഒരു കാസർഗോഡ് മെയിൻ പള്ളിയിലെ ഖത്തീബാണ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്റെ ഭാര്യ ആദ്യം വിളിച്ച് പറഞ്ഞത് എന്റെ അനിയനോടാണ്. കാരണം ഈ ബിസിനസ് നമുക്ക് പറ്റിയതല്ല എന്നുള്ളത് പറഞ്ഞു നടന്ന ആളായിരുന്നു എന്റെ അനിയൻ. അപ്പൊ അനിയന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അനിയൻ പറഞ്ഞു, കാക്ക ഇത് ആളെ ചേർത്ത് കൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാക്ക, ഇതിന് മുമ്പ് ചെയ്തിട്ട് കാക്ക താഴോട്ട് പോകത്തല്ലേ, അപ്പൊ അത് വേണ്ട എന്ന് അനുജൻ പറഞ്ഞിട്ടും ഞാൻ എന്റെ മനസ്സിനൊന്നും ഒഴിവാക്കില്ല. മുജീബാണ് എന്റെ പേര്. നീയൊക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിർത്തിയാണ്. പക്ഷെ ഞാൻ ശരിക്ക് ആ യൂട്യൂബ് ലിങ്ക് എടുത്തിട്ട് എന്റെ അനിയൻ അയച്ചു കൊടുത്തു, ഉമ്മർ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അത് കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, കാക്ക ഈ രീതിയിലാണെങ്കിൽ ഇക്കാക്ക സ്റ്റാർട്ട് ചെയ്തോ, ഞാനും കാക്കന്റെ കൂടെ ഉണ്ട്. അങ്ങനെ കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ എനിക്ക് സെയിൽ ചെയ്ത് തന്ന ഒരു ആളാണ്, ഒരു ഉസ്താദാണ് എന്റെ അനിയൻ മുജീബ് റഹ്മാൻ എന്നൊരു. നിങ്ങൾ മീറ്റിങ്ങിനൊന്നും വരാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആരും കാണാത്തത്. അങ്ങനെ ഫസ്റ്റിൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ പല ആളുകളും നമ്മളെ തളർത്താൻ ശ്രമിച്ചപ്പോഴും നമ്മൾ ഈ ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മെയിൻ റീസൺ ചില ആളുകളെ അച്ചീവ്മെന്റുകളാണ്. ഇപ്പോഴും ഞാൻ ശരിക്ക് ഉമ്മർ ഉസ്താദിനെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ വിറ്റ് കാശാക്കാറുണ്ട്. ഉസ്താദുമാരുടെ അടുത്ത് പോകുന്ന സമയത്ത്, ബിസിനസ് പറയാൻ പോകുന്ന സമയത്ത്, ഇപ്പൊ കൂടുതലും ഞാൻ ടീം ബിൽഡ് അവിടെ ഒരുപാട് ഉസ്താദുമാരുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഉമ്മർ ഉസ്താദിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് വീണ്ടും ഞാൻ പറയും, ഈ 1 വർഷവും 7 മാസം കൊണ്ട് DTC പിടിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല ആ സമയത്ത് ആവുന്നുള്ളത്. പക്ഷെ അന്ന് മുതൽ ഉണ്ടായ ബിലീഫ് ഇന്ന് എന്റെ ഫാമിലിയിൽ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ STC കഴിഞ്ഞ ശേഷം എന്റെ അപ്പലയൻസിന്റെ അടുത്ത് പറഞ്ഞു, ജിക്ക നമുക്ക് എന്തായാലും നിങ്ങൾ കാറിൽ ക്രൈസിസ് ഇല്ല, കാർ നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ചാണ്, പക്ഷെ നമ്മളതായിട്ടില്ല, നിങ്ങൾ മോൾക്ക് ഡ്രീം ചെയ്തു, നിങ്ങൾ ഇത് വാങ്ങിക്കൊടുത്ത പോലെ നമ്മളതായിട്ടുള്ള ഒരു കാറ് നമുക്ക് വേണം. അപ്പൊ അത് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എഴുതി വെച്ചു. ഞാൻ ആദ്യം ബുക്ക് ചെയ്ത കാറ് മാരുതിന്റെ എർട്ടിഗ ആയിരുന്നു. കാരണം ചെറിയ വണ്ടികൾ വീട്ടിലുണ്ട്, ഒരു വലിയ വണ്ടി എടുക്കാന്നുള്ളതിലേക്ക് അത് ബുക്ക് ചെയ്തു. പക്ഷെ ബുക്ക് ചെയ്ത സമയത്താണ് എന്റെ അപ്ലൈൻ NTC ആവുന്നത്, റഫീഖ് സാർ NTC ആവുന്നത്. റഫീഖ് സാർ പോയിട്ട് നേരെ MGന്റെ ഒരു EV, അത് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നു. ഞങ്ങൾ അതിൽ എല്ലാവരും പോയി കയറുന്നു. അതിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂർ ടീമുണ്ട്, അവിടെ പോയ സമയത്താണ് ഞാൻ ആ ബിസിനസ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. ഞാൻ നേരെ എന്ത് ചോദിച്ചാൽ എന്റെ ബുക്ക് ചെയ്ത വണ്ടി ക്യാൻസൽ ചെയ്തു. ഞാനന്ന് ടാറ്റന്റെ 21 ലക്ഷം രൂപ വില വരുന്ന നെക്സോണിന്റെ EV ഞാൻ അന്ന് ബുക്ക് ചെയ്തു.
അത് ബുക്ക് ചെയ്തു. ആ വണ്ടി ഞാൻ കഴിഞ്ഞ 4 മാസം മുമ്പ് ആ വണ്ടി ഞാൻ ഇറക്കി. ഇന്നിപ്പോ യാത്ര ചെയ്യുന്നതും കാര്യങ്ങൾ നടത്തുന്നതും കംപ്ലീറ്റ് ആ വണ്ടിയിലാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ബെൻസ് വരെ സെയിൽ ചെയ്ത ആളാണ്. എന്റെ ഫ്രണ്ടിന്റെ ബെൻസ് വരെ ഓട്ടിയ ആളാണ്. പക്ഷെ നമ്മളെ സ്വന്തമായിട്ടൊരു വണ്ടിയിൽ പോകുന്ന ഫീലിംഗ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ നെഗറ്റീവിന്റെ ഉള്ളിലൂടെ ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ടീമിൽ പല ക്വാളിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ബിസിനസ്സിൽ നമുക്ക് വീക്കിലി കിട്ടുന്ന ഇൻകം, ശരിക്കും ഞാൻ ഇതിന്റെ എക്സ്പീരിയൻസ് മാത്രം പറയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഉമർ സാർ പറഞ്ഞത്, നിങ്ങളെ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായിട്ടും ഇത്രമാത്രം മക്കള് പഠിക്കുന്ന സമയത്തും നിങ്ങൾ ഈ ബിസിനസ്സിൽ വരാണ്ടായ കാരണം എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ എന്റെ ടീമിൽ 2 വാക്ക് പറയണമെന്ന് എന്നോട് 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതേ ചെയ്യാന്ന് പറയുന്നു. പിന്നെ പെട്ടെന്നാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതൽ വർക്കിലായിരുന്നു. അപ്പോ എന്തായാലും വളരെ സന്തോഷം, നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും ഞാൻ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. അങ്ങനെ ആ കാറ് ഇറക്കുന്നതിന്റെ കുറച്ച് മുമ്പാണ്, കഴിഞ്ഞ 2 വർഷം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം വീക്കിലി ഇൻകമാണ്. ഞാൻ ഈ TTC ആയതിനു ശേഷം STC ക്വാളിഫൈ ചെയ്തിട്ട് ഏകദേശം ഫുൾ ആയിട്ട് തന്നെ എല്ലാ മാസവും ഞാൻ ലോയൽറ്റി ബോണസ് വാങ്ങുന്ന ആളാണ്. അതേപോലെ തന്നെ പെർഫോമൻസ് ബോണസുകൾ ചില മാസങ്ങളിൽ അടിക്കാൻ പറ്റും, ചില മാസങ്ങളിൽ അടിക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം അടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് റഫീഖ് സാർ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത ബിസിനസിന്റെ നമ്മളെ ടാക്സ് കമ്പനി TDS കമ്പനി പിടിക്കുന്നുണ്ട് ജിപ്പ, അത് റിട്ടേൺ നിങ്ങൾ കൊടുത്തണോ എന്ന് ചോദിച്ചു അപ്പനേന്റെ അടുത്ത്. ഒരു വർഷം മുമ്പേ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാനത് മറന്നുപോയി. അങ്ങനെ 2 വർഷത്തെ TDS ഞാൻ എല്ലാം കൂടി നമ്മൾ എഴുതി കൊടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്റെ അക്കൗണ്ടിലേക്ക് TDS വഴി വന്ന പൈസ 47,000 റുപ്യ വരുന്ന സമയത്ത് ഞാനന്ന് ഗൂഡല്ലൂരായിരുന്നു. ആ സമയത്ത് ഗൂഡല്ലൂർ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ സംസാരിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിൽ ഒരു 8 സെന്റ് സ്ഥലം കൊടുക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഈ പൈസയും കുറച്ച് ക്യാഷ് ഉണ്ട്. അപ്പോ ആ ആള് എന്റെ അടുത്ത് പറഞ്ഞു, ജിപ്പ് നിങ്ങൾ ഗൂഡല്ലൂർ വന്നിട്ട് കുറെ കാലങ്ങളായില്ലേ, നിങ്ങൾക്ക് ഇവിടെ സ്ഥലമാണെങ്കിൽ ഇന്റെ ഒരു സ്ഥലം ഉണ്ട്, നിങ്ങൾ അത് വാങ്ങിക്കൊള്ളി, നല്ലൊരു മലഞ്ചെരുവിലുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ആ സ്ഥലം പോയി കണ്ടു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്റെ TDS വന്ന പൈസയും അതിന്റെ കൂടെ ഒരു 25,000 റുപ്യയും കൂട്ടി 75,000 റുപ്യ അപ്പൊ തന്നെ കൊടുത്ത് ഞാനത് എഗ്രിമെന്റ് ആക്കി. ഇപ്പൊ കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പാണ്, ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ആ സ്ഥലം ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ ബിസിനസ്സിൽ വന്ന എനിക്ക് ആദ്യം ഇതിനു മുമ്പ് പൈസ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്തതുകൊണ്ടോ അല്ല. പക്ഷെ ഈ ബിസിനസ്സിൽ വരുന്ന പല ആളുകളെ മീറ്റിങ്ങിലും ചെന്നിട്ട് അവർ ചെയ്യുന്ന ഡ്രീം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഡ്രീം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഡ്രീം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ ഓരോ ഡ്രീമുകൾ എഴുതി വെച്ച് ഓരോന്ന് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു കഴിവ് മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ടീം ഞാൻ ഉണ്ടാക്കിയെടുത്തു. എന്റെ അപ്പേന്റെ സഹായത്തോടെയും എന്റെ സിസ്റ്റത്തിന്റെ സഹായത്തോടെയും എന്റെ എല്ലാ രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ ആളുകളുടെ സഹായത്തോടു കൂടി ഞാൻ വലിയൊരു ടീം ഉണ്ടാക്കി. ഈ ടീമിന്റെ വിജയമാണ് ഞാൻ ഓരോ സമയത്തും അച്ചീവ് ചെയ്തു പോകുന്നത്. ടീമിൽ പല ആളുകൾക്കും ഇങ്ങനെയുള്ള വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ അത് കൂടാതെ എന്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കരുവാരകുണ്ട് ഒരു സൈറ്റ് എന്റെ പേരിൽ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ട് ഞാൻ അതിന്റെ ഒരു ഓട്ടം പാച്ചിലായിട്ട് അതും ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകണം. 83 സെന്റ് സ്ഥലം കരുവാരകുണ്ട്. അത് കുറെ ക്യാഷ് കൊടുത്തതാണ്. ഇപ്പോ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ മാത്രമല്ല, മോന്റെ പൈസയും ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയ എന്താ വെച്ചാൽ, എനിക്ക് വേണമെങ്കിൽ എനിക്ക് പല ആളുകളും ചെയ്യുന്ന പോലെ ഒരു ഫാദർ ഒരു മക്കളെ പഠിപ്പിച്ചു നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ വരുമാനം വാങ്ങിക്കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാന്നുള്ള കണക്കൂട്ടൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എനിക്കിപ്പോ 54 വയസ്സായി. ഇപ്പൊ നമ്മൾക്ക് ഓടി പാഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സമയത്ത് ആക്ച്വലി സത്യമായുള്ള രീതിയിൽ നമ്മൾ ഇത് വരുമാനം ഉണ്ടാക്കി വെച്ച് വരും തലമുറക്ക് വലിയൊരു അസറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് ഈ ബിസിനസ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാ രീതിയിലും നമുക്ക് എന്ത് ആവശ്യത്തിനാണോ നമ്മൾ ഉൽപ്പന്നം കൊടുക്കുന്നത് ആ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഉൽപ്പന്നങ്ങളുമാണ്. പിന്നെ കമ്പനിയെ പറ്റി നമുക്കറിയാം. കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷമായിട്ട് അവർക്ക് വലിയ പ്രവൃത്തി പരിചയമുള്ള വലിയൊരു കമ്പനിയാണ്. 1.25 ലക്ഷം കോടിയോളം ആസ്തിയുള്ള വലിയ കമ്പനിയാണ്. ഒരിക്കലും ഒരു സമയത്തും കൂട്ടിപ്പോകാൻ സാധ്യതയില്ലാത്ത കമ്പനിയാണ്. നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഒരു മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ കമ്പനിയെ പറ്റിയായിരുന്നു. കമ്പനിയെ പറ്റി അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ആ കമ്പനി
ഒരു കാരണവശാലും പൂട്ടുമില്ല. നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തു തരുന്ന കമ്പനിയാണെന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തത്. ശരിക്ക് ഈ ബിസിനസ് നമ്മളെ കണക്കൂട്ടലുണ്ടാവും. ഇത് വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ഈ ബിസിനസ് പൈസ കയ്യിലൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ വന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരാളും ചിന്തിക്കണ്ട. നിങ്ങൾ എത്ര കോടീശ്വരനാണോ, നിങ്ങൾ എത്ര പാവപ്പെട്ടവനാണോ, നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ നിങ്ങളെ ഫാമിലിയുടെ ലൈഫ്, ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏതൊരാൾക്കും തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു അവസരമാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, എന്റെ അപ്ലയൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്തു. ഒരുപാട് കാലം ഇപ്പൊ ഞാൻ എന്റെ ബിസിനസ് 25 വർഷം ഒരു ബിസിനസ്സും 13 വർഷം 12 വർഷം വേറെ ബിസിനസ്സും 37 വർഷം ഞാൻ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്താ വെച്ചാൽ എനിക്കൊരു വീട് വെക്കാൻ പറ്റി, എന്റെ മകളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കാൻ പറ്റി. മകളെ കല്യാണം കഴിച്ചിട്ടുള്ള ചേളാരി എന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് 5 കിലോമീറ്റർ അടുത്തേക്ക് എന്നെ കെട്ടിച്ചയച്ചത്. അത് കൂടാതെ മകന് പഠിപ്പിച്ചുകൊണ്ട് വലിയൊരു ജോലി വാങ്ങി കൊടുക്കാൻ പറ്റി. മകന്റെ കല്യാണം കഴിഞ്ഞു, ഫാമിലി ആയിട്ട് ഗൾഫിലുള്ളത്. ഇവിടെ വൈഫും ഞാനും മാത്രമേ നാട്ടിലുള്ളൂ. വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഞാൻ ഈ ബിസിനസ് ഒരു കൊല്ലം ഞാൻ ശരിക്കും എന്റെ ഗ്രോത്ത് ഉണ്ടായത് എങ്ങനെയാ വെച്ചാൽ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഗ്രോത്ത് കുറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, നമ്മളെ വീട് നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആദ്യം തീരുമാനിച്ചത് എന്താ വെച്ചാൽ, എനിക്ക് മണ്ണാർക്കാട് സ്റ്റാർട്ട് ചെയ്ത ടീം നേരെ വന്നത് വണ്ടൂരായിരുന്നു. വണ്ടൂർ ഭാഗത്ത് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ STC ആയതിനു ശേഷം ഞാനവിടെ ഫ്ലാറ്റ് വാടക കൊടുത്തു. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു നല്ലൊരു, എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനം. ആ ഫ്ലാറ്റ് വാടക എടുത്തിട്ട് ഞാൻ എന്റെ അപ്ലയൻസിന് പറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഫ്ലാറ്റ് വാടക എടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാല് ടീം അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്, മണ്ണാർക്കാട് ഭാഗത്ത് ഉള്ള ടീമുണ്ട്, പാണ്ടിക്കാട് ഭാഗത്തുള്ള ടീമുണ്ട്, പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ടീം, കംപ്ലീറ്റ് നിലമ്പൂർ ഭാഗത്തുള്ള ടീം ആയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കണം എന്നുള്ളത് അപ്ലയൻസിന് പറഞ്ഞപ്പോൾ റഫീഖ് സാർ പറഞ്ഞു, നജീബ് നല്ല തീരുമാനമാണ്, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു STC ആയ സമയത്ത്. ഇന്നും ഞാനും എന്റെ വൈഫും ഇപ്പൊ നമുക്ക് 1 കോടി 1.5 കോടി വിലയുള്ള ഒരു വീട്, എന്റെ മക്കളെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് മകള് കെട്ടിച്ചു പോയാൽ അവിടെയുള്ളത്, മകനാണ് ഗൾഫിലുള്ളത്. മകന്റെ സപ്പോർട്ടോട് കൂടി ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാനും വൈഫോട് വണ്ടൂർ ഭാഗത്ത് പോയിരുന്ന് ഒരു മാസത്തിൽ 10 ദിവസമോ 15 ദിവസമോ അവിടെ നിന്നുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ 2 വീടാണ്, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി തീരുമാനത്ത് ഒരു വീട് വണ്ടൂരുണ്ട്, അതൊരു ഫ്ലാറ്റാണ്. ഞാൻ താമസിക്കാനോ എന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ എന്റെ ഗസ്റ്റുകളെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കാനോ ഞാൻ എന്റെ വീട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ വണ്ടൂർ ഭാഗത്തേക്ക് ഗസ്റ്റുകൾ വരാൻ തുടങ്ങി, അവിടെയാണ് സമയത്ത്. അപ്പൊ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം വളരെ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൂടെ കുറച്ച് റബ്ബ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ചില ബിസിനസ്സിൽ അപ്പ് ആൻഡ് ഡൗണുകൾ നമുക്ക് ശരിക്കറിയാം. നമ്മളെ മൈലൈഫിന്റെ ചിഹ്നം തന്നെ നമുക്കറിയാം, MI എന്നുള്ളത് മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും പോവാണ്. ഇതേ സംഭവമാണ് നമ്മളെ ബിസിനസ്സിലുള്ളത്. ബിസിനസ് ആകുമ്പോൾ താഴോട്ടും പോകും മേലോട്ടും പോകും, താഴോട്ടും പോകും മേലോട്ടും പോകും. പക്ഷെ ഒരു സമയത്ത് ഈ ബിസിനസ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് താഴോട്ട് വരില്ല. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും മനക്കരുത്തും നമുക്ക് ഉണ്ടെങ്കിലും നമ്മളെ അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നമ്മൾ അതുപടി വിശ്വസിക്കുകയാണെങ്കിൽ, ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഏജിന്റെ കുറെ ആൾക്കാരെ, കുറെ ലീഡേഴ്സിനെ എനിക്കറിയാം. ഞാൻ പല സ്ഥലങ്ങളിലും അവരെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബെന്നി സാറിനൊക്കെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടും കൈ കൊടുത്തുകൊണ്ടും സംസാരിച്ചുകൊണ്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഉമ്മർ സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ഉമ്മർ സാറിനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ അറിയില്ല, നമ്മളെ സിരകളിൽ ഒരു ബ്ലഡ് കൂടുതൽ പതക്കണ വരെ തോന്നുക. അങ്ങനെ ഉമ്മർ സാറിനെ വിറ്റുകൊണ്ടും പല ലീഡേഴ്സിനെ വിറ്റുകൊണ്ടും ചെയ്യാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ്. ഞാൻ യൂസർക്കാരന്റെ ബിസിനസ് ചെയ്യുമ്പോൾ വേറെ യൂസർക്കാരന്റെ സ്ഥാപനത്തെ വിറ്റിട്ട് എനിക്ക് സ്ഥാപനം ചെയ്യാൻ പറ്റില്ല. വേറൊരു കാറിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടോ ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ഒരാളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കാർ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പുള്ള സിനിമാ ഫീൽഡും അതേപോലെ തന്നെ ഒരാളെ തളർത്തിക്കൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ ഒരാളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ഫാമിലിയിൽ, നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ അത് കൂടാതെ ഉമ്മർ സാറിനെ പറ്റി 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പല ദിവസങ്ങളിലും മെസ്സേജ് അയക്കലുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മച്ചി ഉണ്ട്. ഉമ്മച്ചിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഉമ്മച്ചിനോട് ഈ ബിസിനസ് നെഗറ്റീവ് പറഞ്ഞ സമയത്ത് ഉമ്മച്ചിക്ക് ഞാൻ കാണിച്ചു കൊടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു ഉമ്മർ ഉസ്താദിന്റെ ഫോട്ടോ. ആ സമയത്ത് ഉമ്മർ ഉസ്താദിന്റെ ഒരു വീഡിയോ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഇന്ന് 100% എൻ്റെ ഉമ്മച്ചി, ഞാൻ ആ കാർ ഇറക്കിയ സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ച കാറിന്റെ ഷോറൂം എന്ന് പറഞ്ഞാണ്. എൻ്റെ മോന് പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ
എനിക്കതൊന്നും വലിയ താല്പര്യമില്ലാത്ത ബിസിനസ് ആയിരുന്നു. ഇതും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് അവസരമാണ് എന്റെ മോൻ ഇപ്പൊ ചെയ്യുന്നത്. അവിടുത്തെ ലീഡേഴ്സിന്റെ അടുത്ത് എന്റെ ഉമ്മച്ചിക്ക് 2 വാക്കേ പറയാനുള്ളൂ. അന്നാണ് ഞാൻ ശരിക്കും എന്റെ ഉമ്മച്ചിന്റെ സന്തോഷത്തിലുള്ള കരച്ചിൽ കണ്ടത്. കാരണം ഒരിക്കലും ഞാൻ മനസ്സിലാക്കണേ, കാറിന്റെ കച്ചവടമുള്ള ഒരു വ്യക്തിക്ക് കാറ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാന് സ്വന്തമായിട്ട് എന്റെ പേരിൽ ഒരു വണ്ടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എന്റെ അമ്മച്ചിക്ക് ആ വണ്ടിയിൽ ഇപ്പൊ ഞാൻ എവിടെ പോകണമെങ്കിലും എന്റെ അമ്മച്ചിന്റെ മുമ്പിൽ കുടുംബപരമായിട്ട് എവിടെ പോകണമെങ്കിലും, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കല്ല, കുടുംബപരമായിട്ട് എവിടെ പോകണമെങ്കിലും എന്റെ അമ്മച്ചിനെ ഞാൻ മുന്നിലെത്തിയ കൊണ്ടത് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഉമ്മച്ചി എപ്പോഴും കാറിന്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്റെ വണ്ടിയിൽ കയറുന്ന സമയത്തൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പല ആളുകളോടും എന്റെ ബിസിനസിനെ പറ്റി ഡെവലപ്മെന്റ് ഉമ്മച്ചി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കുടുംബത്തില് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ആളുകളും എന്റെ അടുത്ത് നെഗറ്റീവ് പറഞ്ഞ ആളുകൾ ഇന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലും അതുകൂടാതെ പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ആൾക്കാരിടുന്ന പോസ്റ്റ്, ഞാനിടുന്നതല്ല, പല ആൾക്കാരിടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണ്. ഇക്കാക്ക, ഈ ബിസിനസ്സിൽ ഞാൻ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ അമ്മാവന്റെ മകനുണ്ട്, പോലീസുകാരനാണ്, മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ASI ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് എനിക്ക് എടുത്ത് അയച്ചു തന്നു. തന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, കാക്ക എന്റെ അടുത്ത് വന്നിരുന്ന് എന്റെ കാൽമ തൊട്ടിട്ട് മുട്ടുകാലിനെ തൊട്ടിട്ട്, കാക്ക ഇതില് എനിക്ക് മാസം കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ, നിങ്ങളെ പോലെ എന്തെങ്കിലും എല്ലാ ആഴ്ചയിലും ഇൻകം വരുന്ന, ആഴ്ചയിൽ ഇൻകം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. മാസത്തിൽ കിട്ടുന്ന ഇൻകം നമുക്ക് 10 ദിവസം കൊണ്ട് തീരും. ആഴ്ചയിൽ ഇൻകം വരുമ്പോൾ ആ ഇൻകം തീരുന്നതിന് മുമ്പ് വേറെ ഇൻകം വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ കുഞ്ഞാവാന്ന് വിളിക്കില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞാവ ഇപ്പൊ എന്റെ കൂടെ, ഞാൻ ഇതിന് മുമ്പ് ബിസിനസ് പറഞ്ഞൊരു വ്യക്തിയാണ്, അന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. ഇപ്പം കുഞ്ഞാവ എന്റെ കൂടെ വരില്ലേ? എന്റെ കൂടെ വന്നിട്ടുള്ള 700 മുതൽ 1000-ഓളം ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. ഈ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുന്ന പണിന്റെ കൂടെ നിങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിന്നാൽ ആ ആൾക്കാരൊക്കെ എന്റെ കൂടെ നിൽക്കാൻ പ്രയാസമാവും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഫേസ്ബുക്കില്, പിന്നെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അവർക്ക് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കും. അത് ഇവൻ എനിക്ക് അയച്ചു തരും. ഇങ്ങനെയുള്ള രീതിയിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ ജോയിൻ ചെയ്തു, ഞാൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും, ഞാനും പണ്ട് ഇതിനു മുമ്പ് ഒരു ബിസിനസ് ചെയ്തു, ഞാൻ പല ആൾക്കാരോടും പറയുന്നുണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പല ആൾക്കാർ പറയും ഞാൻ അന്ന് ചെയ്ത ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, എനിക്കൊന്നും നേടാൻ പറ്റില്ല. ഇന്ന് എനിക്ക് മനസ്സിലായി, മൈ ലൈഫ് പോലുള്ള ഒരു ബിസിനസ്സിൽ വന്നാൽ അതിന് മുറുകെ പിടിച്ചുകൊണ്ട് അപ്ലയൻസിന്റെ സപ്പോർട്ട് നമ്മൾ ശരിക്കും മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നേടാൻ പറ്റിയ ഒരു കാര്യങ്ങളും വേറൊരു ബിസിനസ്സിൽ നമുക്ക് നേടാൻ പറ്റില്ല. പ്രായം പ്രശ്നം എന്താണെന്നുള്ളത് തെളിയിച്ച ആളാണ് ഞാൻ. കാരണം എന്റെ കൂടെയുള്ള ഒരു വ്യക്തി, ഇന്ന് ഗോയിങ് STC ലീഡർ നമ്മളെ ഗംഗാര സാറ് 74 വയസ്സ് കഴിഞ്ഞു. അത് കൂടാതെ വണ്ടൂര് എന്റെ ഒരു ഏറ്റവും വലിയ എനിക്കൊരു കിട്ടിയ ഒരു വലിയൊരു വ്യക്തി, എന്റെ നിധി പോലെ ഞാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രവീൺ. ഇന്ന് പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി STCയിലേക്ക് പോകാൻ നിൽക്കുന്നത്. കാരണം ഒരുപാട് വലിയ ടീം പല സ്ഥലത്തും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പുറത്ത് എനിക്ക് ബിസിനസ് ഉണ്ട്, കർണാടകയിലുണ്ട്, പിന്നെ ഇപ്പോൾ ബോംബെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരുപ്പൂർ ഭാഗത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പല രീതിയിലും ഈ ബിസിനസ് നമുക്ക് ടെറിട്ടറി ഇല്ലാതെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ്. നമ്മൾ എല്ലാവരും, ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും നമ്മൾ വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ വിശ്വസിക്കുക, നമ്മൾ വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളെ വിശ്വസിക്കുക, നമ്മൾ വന്നിട്ടുള്ള കമ്പനിയെ വിശ്വസിക്കുക, നമ്മളെ സിസ്റ്റത്തെ വിശ്വസിക്കുക. ഇത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. ഞാനത് മാത്രമേ ചെയ്തുള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ വലിയ പിന്നുകൾ അച്ചീവ് ചെയ്യുന്ന കുറെ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ഉണ്ടാകും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഞാൻ ഈ AIG പരിചയമുള്ള ആളുകളുണ്ട്. അതിൽ എടുത്തു പറയാൻ പറ്റുക, എനിക്ക് റഷീദ് സാറിനെ ഞാൻ ഇന്നലെയാണ് ശരിക്കും ഞങ്ങൾ സംസാരിച്ചത്. എനിക്ക് റഷീദ് സാറിനെ ഞാൻ മീറ്റിംഗിൽ വെച്ച് കാണാറുണ്ട്, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. പിന്നെ നമ്മളെ ഉസ്താദ് പലപ്പോഴും ഞങ്ങൾ 1-2 മീറ്റിംഗിൽ എന്റെ ടീമിൽ ഉസ്താദിന്റെ ടീമും കൂടി നടത്തിയ മീറ്റിംഗിൽ ഉസ്താദിനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിനി ഒറ്റക്കെട്ടായിട്ട് ഒരുപോലെ മുന്നോട്ട് പോയി പല സ്ഥലങ്ങളും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അപ്ലയൻസിന്റെ അടുത്ത് ഞാൻ ഒന്നും കൂടി ദൃഢമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പല ചെറിയ ചെറിയ ടീമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അപ്ലയൻസിന്റെ സഹായത്തോടെ, അപ്ലയൻസ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോവാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതിൽ ഞാൻ ആർക്കെങ്കിലും ഗുണം ചെയ്തെങ്കിൽ, ഈ എക്സ്പീരിയൻസ് ഗുണം ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കട്ടെ. അതല്ല, ചില ആളുകൾ ഞാൻ തന്നെ ചില കാര്യങ്ങൾ കേട്ടിട്ട് ഇതിൽ ഒഴിവാക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഏജിൽ ഇല്ല എന്നുള്ള 100% എനിക്കറിയാം. പക്ഷെ ഞാൻ പല മീറ്റിങ്ങിൽ പറയുന്നതാണത്, അതുപോലെ പറഞ്ഞു പോവാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ വരും കാലങ്ങളിൽ വീണ്ടും ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും പലതും ചെയ്യാൻ സാധിക്കട്ടെ. മാത്രമല്ല, നാളെ നമ്മളെ ബിസിനസിന്റെ വെള്ളിയാഴ്ച ക്ലോസിംഗ് ആണ്. ക്ലോസിംഗിന്റെ അന്ന് ക്ലോസിംഗ് വർക്കുകളിലേക്ക് എല്ലാവരും പോവുക. നമ്മൾ വെച്ച ടാർഗറ്റ് എന്താണെന്നുള്ളത് അത്
ശരിക്കും ഫോളോ അപ്പ് ചെയ്യുക, ചെയ്തിട്ട് ആ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യുക. ശനിയാഴ്ച തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വരാൻ പോകുന്ന ഫുൾ ടൈമായി ചെയ്യുന്ന ആളുകൾ ഫുൾ ടൈം ആയിട്ട് ആ ബിസിനസിന്റെ കൂടെ ഉറച്ചു നിൽക്കുക.